കെമിക്കൽ ബോണ്ടിങ്ങിൽ നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. കോവാലന്റ് ബോണ്ടിന്റെ ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു പുതിയൊരു തിയറിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ഇതേ കോവാലന്റ് ബോണ്ട് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറയുന്ന വാലൻസ് ബോണ്ട് തിയറിയും ഹൈബ്രിഡൈസേഷൻ കോൺസെപ്റ്റും അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ വൃത്തിക്ക് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞവരാണ് കുഞ്ഞോട്. ഓക്കെ, അപ്പോൾ ഇതേ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേറൊരു തിയറിയാണ് നമ്മുടെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. ആദ്യം നമുക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പോസ്റ്റുലേറ്റുകൾ ഏതൊക്കെയാണ് എന്ന് വിശദമായി പരിശോധിക്കാം. ഓക്കെ, ഒന്ന് മഷൂറൊന്ന് എഴുതി ഡിസ്കസ് ചെയ്യാവേ. ഇൻ എ മോളിക്യൂൾ electrons are present in new orbitals called molecular orbitals. Okay, ഒരു സാധാരണ എങ്ങനെയാണ് മോളിക്യൂൾ ഫോം ചെയ്യുക? ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട്. ഫോർ എക്സാമ്പിൾ, ഹൈഡ്രജന്റെ ഒരു ആറ്റം കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജന്റെ ഒരു ആറ്റം വേറൊരു ഹൈഡ്രജന്റെ ഒരു ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അത് എങ്ങനെയെന്ന് നമ്മൾ VBT വഴി എങ്ങനെയാ പറഞ്ഞത്? ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ മറ്റൊരു ഹൈഡ്രജന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യും. ഇങ്ങനെയല്ലേ? ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ മറ്റൊരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ 1s ഓർബിറ്റലുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു. ഇവിടെയാണ് പിന്നെ ഇലക്ട്രോൺസ് ഉള്ളത്. അങ്ങനെ ഓവർലാപ്പ് ചെയ്തപ്പോഴാണ് H സിംഗിൾ ബോണ്ട്, അതായത് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നത്. അങ്ങനെ H2 മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ H2 എന്ന മോളിക്യൂളിലെ 2 ഇലക്ട്രോൺസ് എവിടെയാ ഉള്ളത്? ഈ 2 അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ചെയ്യുന്ന ആ സ്ഥലത്തല്ലേ? അല്ലേ? ഈ 2 എണ്ണം കമ്പൈൻ ചെയ്യുന്ന ഈ സ്ഥലത്തല്ലേ, ഓവർലാപ്പ് ചെയ്യുന്ന സ്ഥലത്തല്ലേ 2 ഇലക്ട്രോൺസ് ഉള്ളത്. പക്ഷെ MOT പറയുന്നത് അറിയാമോ? H കമ്പൈൻ ചെയ്തിട്ട് H2 ഉണ്ടാകുമ്പോൾ ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ഈ ഹൈഡ്രജന്റെ ഒരു ഇലക്ട്രോണും ഉള്ളത് ഒരു പുതിയ ഓർബിറ്റലിലാണ്. ആ ഓർബിറ്റലിന്റെ പേരാണ് ഹൈഡ്രജന്റെ മോളിക്കുലാർ ഓർബിറ്റൽ. ഇവിടെ അല്ല, അവരുള്ളത് പുതിയ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ എന്ന് പറയുന്ന അറ്റോമിക് ഓർബിറ്റലിലോ ഈ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ എന്നുള്ള അറ്റോമിക് ഓർബിറ്റലിലോ അല്ല, പുതിയൊരു ഓർബിറ്റലാണ്. ഇത് ഏതെന്ന് നമുക്ക് അറിയില്ല. അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. എന്താണ് ഏതാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പറയാം. സോ ഓർമ്മിക്കുക, ഒരു മോളിക്യൂൾ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ, കേൾക്കണം, ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോൾ ആ മോളിക്യൂളിലെ ഇലക്ട്രോണുകൾ ഒക്യുപ്പൈ ചെയ്യുന്നത് അറ്റോമിക് ഓർബിറ്റലിൽ അല്ല, പിന്നെയോ പുതിയ തരം ഓർബിറ്റലിലാണ്. ആ ഓർബിറ്റലിന്റെ പേരാണ് മോളിക്കുലാർ ഓർബിറ്റൽസ്. ഇനി അടുത്തത്, ഈ മോളിക്കുലാർ ഓർബിറ്റൽ എങ്ങനെ ഫോം ചെയ്യുന്നു? അതാണ് രണ്ടാമത്തെ പോസ്റ്റേജ്. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോം. ഇതെല്ലാം ഓരോന്നും ഡിസ്കസ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മള് അത് വിശദമായിട്ട് പറയുന്നതിന് പകരം നമ്മൾ പിന്നീട് ചുരുക്കി പറയും, നിങ്ങളെ ബോറടിപ്പിക്കത്തില്ല. മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് by the combination of atomic orbitals. ഈ പുതിയ ഓർബിറ്റൽസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് എംഒസ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടായെന്ന് പറഞ്ഞിട്ട് അത് ആരെന്നെയാണ്, എങ്ങനെയാണ് ഉണ്ടായത്? അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. അതായത് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ആറ്റങ്ങളുടെ അറ്റോമിക് ഓർബിറ്റൽസ് കൂടിച്ചേരുകയാണ്. അറ്റോമിക് ഓർബിറ്റൽസ് കൂടിച്ചേർന്നിട്ടാണ് അവയ്ക്ക് രൂപമാറ്റം സംഭവിച്ചിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് എന്നുള്ള പുതിയ ഓർബിറ്റൽ ഉണ്ടാവുന്നത്. അതായത് ഇത് ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ അല്ലേ, ഇത് മറ്റേ ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ. ഒരു എക്സാമ്പിൾ ആയി പറഞ്ഞാൽ ഇത് ഹൈഡ്രജൻ കമ്പൈൻ ചെയ്യുമ്പോൾ ഈ 2 ഓർബിറ്റലും കമ്പൈൻ ചെയ്തു, എന്നിട്ട് പുതിയൊരു ഓർബിറ്റൽ ഉണ്ടാവും. ആ ഓർബിറ്റലിലാണ് ഈ 2 ഇലക്ട്രോൺ ഉള്ളത്. ആ ഓർബിറ്റൽ എങ്ങനെയുള്ളതാണ്, എങ്ങനെ ഇത് കമ്പൈൻ ചെയ്തു, ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അതെല്ലാം വഴിക്കായിട്ട് പറയാം. അപ്പൊ എവിടെയാണ് മോളിക്യൂൾ ഇലക്ട്രോൺ ഉള്ളത് എന്നാണ് ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. ആ
ഉണ്ടായ മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെ ഫോം ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തത്. എങ്ങനെയാണ്? മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അതന്നെ, എഒസ് കമ്പൈൻ ചെയ്ത് എംഒസ് ഉണ്ടാവുന്നു. ഇനി അടുത്തത്, ഈ ഉണ്ടാകുന്ന എംഒസിന്റെ എണ്ണം എത്ര? ഓക്കെ, അതാണ് അടുത്ത പോസ്റ്റ്ലേറ്റ്. നമ്പർ ഓഫ് എംഒസ് ഫോംഡ് is equal to number of combining AOs. കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് എത്രയുണ്ടോ അത്ര തന്നെ എംഒസ് ഉണ്ടാകും. അപ്പോ ഈ ഹൈഡ്രജന്റെ വണ്ണസ് മറ്റൊരു ഹൈഡ്രജന്റെ വണ്ണസ് കമ്പൈൻ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി ഒരു എംഒ അല്ല, ഹൈഡ്രജൻ എന്നുള്ള മോളിക്യൂളിൽ ഇതിലാകെ ഒരു അറ്റോമിക് ഓർബിറ്റലിലുള്ള വണ്ണസ്, ഇതിലാകെ ഒരു അറ്റോമിക് ഓർബിറ്റലിലുള്ള വണ്ണസ്, അത് രണ്ടും കമ്പൈൻ ചെയ്ത് H2 ഉണ്ടാകുമ്പോൾ അവിടെ രണ്ട് പുതിയ ഓർബിറ്റൽ, പുതിയ എംഒസ്, പുതിയ രണ്ട് എംഒസ് രണ്ടെണ്ണം. അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും. രണ്ട് എംഒസ് ഉണ്ടെങ്കിൽ അതിൽ ഏതിലാ ഇലക്ട്രോൺ ഉൾക്കൊള്ളുക ഡൗട്ട് വരില്ലേ? അത് നമുക്ക് ഈ തിയറിയിൽ വരും, നോക്കാം. ഓക്കെ, അപ്പോ ഉണ്ടാകുന്ന, അപ്പൊ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ രണ്ടെണ്ണം ഉണ്ടാകും, മൂന്നെണ്ണം കമ്പൈൻ ചെയ്താൽ മൂന്നെണ്ണം ഉണ്ടാകും, നാലെണ്ണം കമ്പൈൻ ചെയ്താൽ നാലെണ്ണം ഉണ്ടാകും. പിന്നെ ഒരു സംഗതി ഉണ്ട് കേട്ടോ, എല്ലാ അറ്റോമിക് ഓർബിറ്റൽസും ഒരേ കമ്പൈൻ ചെയ്യൂല. Number of molecular orbitals is equal to the number of combining atomic orbitals. ഓക്കെ, ശരി തന്നെയാണ്. പക്ഷേ ഈ കമ്പൈൻ ചെയ്യുന്ന, അത് അവിടെ പറയാൻ വിട്ടുപോയതാണ്. മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവുന്നത്. പക്ഷെ എല്ലാ അറ്റോമിക് ഓർബിറ്റൽസും പരസ്പരം കമ്പൈൻ ചെയ്യൂല. കമ്പൈൻ ചെയ്യണമെങ്കിൽ രണ്ട് കണ്ടീഷൻ ഉണ്ട്. കമ്പൈൻ ചെയ്യുന്നവർക്ക് ഒരേപോലെ എനർജി വേണം. അതായത് വണ്ണസുമായിട്ട് കമ്പൈൻ ചെയ്യും, വണ്ണസ് 2sമായിട്ട് കമ്പൈൻ ചെയ്യില്ല. അടുത്തത്, ഒരേപോലുള്ള സിമെട്രി വേണം. മനസ്സിലായ? അതായത് വണ്ണസും പരസ്പരം കമ്പൈൻ ചെയ്യും. കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാകുന്നതിന്റെ സ്ട്രക്ചർ പിന്നെ പറയാതെ, വണ്ണസും കമ്പൈൻ ചെയ്യും. കാരണം എന്താ? ഒരേ എനർജിയാണ്. ഇനി നമ്മളിലെ Z ആക്സിസിനെ പ്രിഫറൻസ് ആക്സിസ് ആയിട്ട് എടുത്താൽ, ഇതാണ് Z ആക്സിസ് എന്ന് വിചാരിക്കാം. ഈ Z ആക്സിസിന്റെ അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ടും ഒരേപോലെ അല്ലേ? അപ്പൊ ഇതിന് ഒരേ സിമെട്രിയാണ്, ഒരേ എനർജിയാണ്. സോ ഇത് രണ്ടെണ്ണം കമ്പൈൻ ചെയ്യും. 2sഉം കമ്പൈൻ ചെയ്യും, കാരണം ഒരേ എനർജിയാണ്, ഒരേ സിമെട്രിയാണ്. പക്ഷെ 1sഉം 2sഉം കമ്പൈൻ ചെയ്യില്ല. എന്റെ സിമെട്രി ഒരുപോലെയാണ്, പക്ഷെ എനർജി ഒരുപോലെയല്ല. അതേപോലെ 2pzഉം കമ്പൈൻ ചെയ്യും. എന്തുകൊണ്ട്? ഒരേ എനർജി. 2pz ഒരേ എനർജി, ഒരേ സിമെട്രി. ഓക്കെ, അതേസമയം 2pzഉം 3pzഉം കമ്പൈൻ ചെയ്യില്ല. എന്തുകൊണ്ട്? ഒരേ സിമെട്രി ആണെങ്കിൽ എനർജി ഒരുപോലെയല്ല. ഇനി 2pz 2sമായിട്ട് കമ്പൈൻ ചെയ്യില്ല. എനർജി ഏകദേശം ഒരുപോലെയാണ് എങ്കിലും അതിന്റെ സിമെട്രി ഒരുപോലെയാണോ? അല്ല. മനസ്സിലായ? അപ്പൊ എനർജി അതെ, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ഫോംഡ് ബൈ ദി കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് സിമിലർ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി. ഓക്കെ, സിമിലർ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി. ആ പോയിന്റ് അവിടെ ഓർമ്മിക്കണം കേട്ടോ. സിമിലർ എനർജി ആൻഡ് പ്രോപ്പർ സിമെട്രി. ഓക്കെ, സിമെട്രി അത് ഓർമ്മ വേണം. അപ്പൊ എവിടെയാണ് അറ്റോമിക് ഓർബിറ്റൽസ് ഇലക്ട്രോൺസ് മോളിക്യൂൾസിൽ ഓക്യുപൈ ചെയ്യുന്നത്? ആ മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ എണ്ണം എത്ര? അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്. ഇതിലെല്ലാം നിങ്ങൾക്ക് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആയിരുന്ന അർത്ഥമില്ല. ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ പോളിസെൻട്രിക്.
എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഹൈഡ്രജൻ ആറ്റം എടുത്താൽ അതിലെ 1s ഓർബിറ്റലിലല്ലേ ഒരു ഇലക്ട്രോൺ ഉള്ളത്. ഇതാണ് ആ 1s ഓർബിറ്റൽ. ഇതാണ് ഹൈഡ്രജന്റെ ന്യൂക്ലിയസ്. ഇതാ ഈ ഓർബിറ്റലിലാണ് ഇലക്ട്രോൺ ഇങ്ങനെ ഓടിക്കളിക്കുന്നത്. ശരിയല്ലേ? ഹൈഡ്രജന്റെ 1s ഓർബിറ്റൽ അവിടെ ഇവിടെ ഇങ്ങനെ ഇലക്ട്രോൺ ഒഴുകി നടക്കാണ്. ആ ഇലക്ട്രോൺ അട്രാക്ട് ചെയ്യുന്നത് ഹൈഡ്രജന്റെ ഒരേ ഒരു ന്യൂക്ലിയസ് അല്ലേ. That means one electron of this hydrogen atom is under the attractive influence of only one nucleus. Okay, അപ്പോൾ ഏത് ആറ്റം എടുത്താലും അതിലെ ഇലക്ട്രോണുകളെല്ലാം ഒരേ ഒരു ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസിലാണ് ഉള്ളത്. അതിനെ നമ്മൾ പറഞ്ഞ പേരാണ് മോണോസെൻട്രിക്. അതുകൊണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് എല്ലാം മോണോസെൻട്രിക് ആണ്. അവിടെ ഇലക്ട്രോൺസ് അറ്റോമിക് ഓർബിറ്റൽസിലെ ഇലക്ട്രോണുകളെല്ലാം ഒരേ ഒരു ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസിലാണ്. സിംഗിൾ സെൻട്രിക് ആണ്. അതേസമയം രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഉണ്ടാകുന്നു. രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് മോളിക്യൂൾ ഉണ്ടാകുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നതാ പറഞ്ഞത്? ഇതിന്റെ ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു, ഇതിന്റെ ഓർബിറ്റൽ കമ്പൈൻ ചെയ്തിട്ട് പുതിയ ഓർബിറ്റൽ ഉണ്ടാകുന്നു. രണ്ടെണ്ണം ഉണ്ടാകും. ഒന്ന് ഇതാണെന്ന് വിചാരിക്കാം. അപ്പൊ ഇലക്ട്രോൺ ഉള്ളത് പിന്നെ എവിടെയാണ്? ഈ പുതിയ ഓർബിറ്റലിലാണ്. ഓക്കെ, ഈ പുതിയ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകളുടെ അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസിലാണ്. ഓക്കെ, H2 എന്ന മോളിക്യൂളിൽ ഇലക്ട്രോൺ ഉള്ളത് എവിടെയാണ്? 1sലാണോ? അല്ല, അത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റലിലാണ്. ആ മോളിക്കുലാർ ഓർബിറ്റലിൽ കറങ്ങുന്ന ഇലക്ട്രോണ് ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസിലാണ്. അതുകൊണ്ട് അവർ പറഞ്ഞ പേരാണ് പോളിസെൻട്രിക്. സോ atomic orbitals are monocentric, which means in atomic orbitals electrons are under the attractive influence of only one nucleus, whereas molecular orbitals are polycentric, which means in molecular orbitals electrons are under the attractive influence of more than one nucleus. രണ്ട് ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ രണ്ട് ന്യൂക്ലിയസിന്റെ അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസിൽ, മൂന്നെണ്ണം കമ്പൈൻ ചെയ്താൽ മൂന്ന് ന്യൂക്ലിയസുകളുടെ അട്രാക്റ്റീവ് ഇൻഫ്ലുവൻസിലാണ് ഇതുള്ളത്. അതുകൊണ്ടാണ് പോളിസെൻട്രിക് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസുകളുടെ അട്രാക്റ്റീവ് ഫോഴ്സിലാണ് ഈ ഇലക്ട്രോൺസ് ഉള്ളത്. ഓക്കെ, അടുത്തത് ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു ഹൈഡ്രജന്റെ 1sഉം ഹൈഡ്രജന്റെ 1s കമ്പൈൻ ചെയ്തിട്ട് പുതിയ രണ്ട് ഓർബിറ്റലുകൾ ഉണ്ടാവും. വിചാരിക്കും രണ്ട് ഓർബിറ്റൽ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഹൈഡ്രജൻ എന്ന് പറയുന്ന മോളിക്യൂളിൽ ആകെ രണ്ട് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. ഇതിലൊരു ഇലക്ട്രോൺ, ഇതിൽ രണ്ട് ഇലക്ട്രോൺ. ഈ രണ്ട് ഇലക്ട്രോൺ എവിടെ ഒക്യുപ്പൈ ചെയ്യും? ഇതിൽ ഒക്യുപ്പൈ ചെയ്യോ, ഇതിൽ ഒക്യുപ്പൈ ചെയ്യുമോ? അപ്പൊ ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്യുന്നതിന് അവിടെ ഒരു റൂൾസ് വേണ്ടേ? അവിടെ ഒരു റൂൾ ഏതുപോലെ അറ്റോമിക് ഓർബിറ്റൽസിൽ ഇലക്ട്രോൺസ് ഒക്യുപ്പൈ ചെയ്യുന്നത് മൂന്ന് പ്രധാനപ്പെട്ട റൂൾസിന്റെ അടിസ്ഥാനത്തിലല്ലേ? അതേപോലെ തന്നെയാണ് മോളിക്കുലാർ ഓർബിറ്റൽസിലും ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യപ്പെടുന്നത് അറ്റോമിക് ഓർബിറ്റൽസിലെ പോലെ തന്നെയാണ്. എങ്ങനെ? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹംസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. അത് മൂന്ന് ഇവിടെയും ഒബേ ചെയ്യണം. Okay, electrons are filled in molecular orbitals in accordance with the Aufbau principle, Paul's exclusion principle and Hund's rule of maximum multiplicity. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഡൗട്ട് വരും. ഓഫ്ബോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റലുകളുടെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതല്ലേ. അപ്പൊ ഇവിടെയും അറ്റോമിക് ഓർബിറ്റൽസ് കുറെ ഉണ്ടല്ലോ. 1s 2s 2p 3s 3p 3px 3py അങ്ങനെ ഒരുപാട് ഉണ്ട്. ശരിയല്ലേ? അപ്പൊ അവിടെ എനർജിയുടെ ഓർഡർ നമ്മൾ അറേഞ്ച് ചെയ്തത് ഓർമ്മയില്ലേ? അതേപോലെ തന്നെ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ ഒരേ എനർജി അല്ല, വ്യത്യസ്ത എനർജിയാണുള്ളത്. അതപ്പോ അതിന് മനസ്സിലായി. അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിനെല്ലാം ഒരേ എനർജി അല്ല, എനർജി വ്യത്യസ്തമാണ്. ആ എനർജിയുടെ ഓർഡർ എന്താണെന്ന് അറിയണം, എങ്കിലേ അവിടെ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം നമ്മൾ പറയാൻ പോകുന്നു ഇവിടെ കുറച്ചടുത്ത വീഡിയോയിൽ. അപ്പൊ ഇത്രയും ക്ലിയർ ആക്കിയിട്ട് മനസ്സിലാവും. ശരിക്കൊന്ന് നോക്കിയിട്ട് വെക്കുക. ആദ്യത്തേല് ഇലക്ട്രോൺസ്, മോളിക്യൂളിൽ ഇലക്ട്രോൺസ് എവിടെ ഒക്യുപ്പൈ ചെയ്യുന്നു.
രണ്ടാമത്തേൽ ആ മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ എണ്ണം എത്ര, അതിന്റെ ഒരു പ്രത്യേകത, അവിടെ ഇലക്ട്രോൺസ് എങ്ങനെ ഫില്ല് ചെയ്യപ്പെടുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്ക്. molecular orbitals are formed. Molecular orbital form, number of molecular orbitals formed is equal to number of combining atomic orbitals. ഞാൻ ഇനി കുറച്ച് കാര്യങ്ങൾ പറയാൻ പോവാണ് ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ. സോ മൂന്നാമത്തെ പോയിന്റുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം ശ്രദ്ധിച്ചോളൂ. അപ്പൊ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്ത രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവില്ലേ? രണ്ട് അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്താൽ രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാവും. ആ രണ്ടും കാണാൻ ഒരുപോലെയല്ല. കേൾക്കണേ, കാണാൻ ഒരുപോലെയല്ല, എനർജി ഒരുപോലെയല്ല. ഏതുപോലെ? ഹൈബ്രിഡൈസേഷൻ പോലെ അല്ല. ഇത് മിക്സ് ചെയ്തിട്ട് പുതിയ ഒരേപോലെയുള്ള കുറെ ഉണ്ടാകുന്നതല്ല. ഓക്കെ, അപ്പൊ രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ട്. രണ്ടും ഒരുപോലെയല്ല, രണ്ടിന്റെയും എനർജി ഒരുപോലെയല്ല, ഷേപ്പ് ഒരുപോലെയല്ല, സൈസ് ഒരുപോലെ, എല്ലാം വ്യത്യസ്തമാണ്. ഇത് നേരെ പകുതി എണ്ണത്തിന്റെ, അതായത് ഒന്നിന്റെ, രണ്ടിന്റെ പകുതി ഒന്നല്ലേ, ഒന്നിന്റെ എനർജി അറ്റോമിക് ഓർബിറ്റലിന്റെ എനർജിയേക്കാൾ കുറവാണ്. ഇപ്പൊ 1s കമ്പൈൻ ചെയ്തെന്ന് വിചാരിക്കാം. ഈ 1s ഒരേ എനർജിയാണ് അല്ലേ? പക്ഷെ ഉണ്ടാകുന്ന രണ്ട് മോളിക്കുലാർ ഓർബിറ്റൽസിൽ ഒന്നിന് ഈ 1s എനർജി കുറവാണ്, ഒന്നിന് ഇതിനേക്കാൾ എനർജി കൂടുതലാണ്. ആ എനർജി കുറഞ്ഞതിന് പറഞ്ഞ പേരാണ്, ഞാനത് ഇങ്ങനെ കാണിക്കുന്നു, എനർജി കുറഞ്ഞതിന് പറഞ്ഞ പേരാണ് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. എനർജി കൂടിയതിന് പറഞ്ഞ പേരാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്. അപ്പൊ 4 കമ്പൈൻ ചെയ്താൽ ടോട്ടൽ എത്ര എണ്ണം ഉണ്ടാകും? 4 ഉണ്ടാകും. അതിൽ 2 BMO ആണ്. 4 MOs ഉണ്ടാകും. 2 BMO ആണ്, 2 ABMO ആണ്. 2 കമ്പൈൻ ചെയ്ത 2 AOs കമ്പൈൻ ചെയ്ത 2 MOs ഉണ്ടാകും. ആ 2 MOs ഒന്ന് ABMO ആണ്, ഒന്ന് ABMO ആണ്, ഒന്ന് BMO ആണ്. എന്താ BMO? എനർജി കുറവ്. എന്തിനേക്കാളും ഇതിനേക്കാളും. ഒന്ന് എനർജി കൂടുതൽ, എന്തിനേക്കാളും ഇതിനേക്കാളും. സംശയമില്ലല്ലോ. അപ്പൊ എന്താണ് BMO? Molecular orbitals having energy less than the atomic orbital, combining atomic orbital. Molecular orbitals having energy higher than the combining atomic orbitals are called ABMOs. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ അവിടെ വീണ്ടും ഒരു സംശയം വരും, എങ്ങനെ 2 ഉണ്ടായി? 2 കമ്പൈൻ ചെയ്തപ്പോ 2 ഉണ്ടായി എന്ന് പറഞ്ഞല്ലോ. 2 കമ്പൈൻ ചെയ്യുമ്പോൾ അങ്ങനെ 2 ഉണ്ടാകുന്നത് 1 + 1 പുതിയ 1. 2 കമ്പൈൻ ചെയ്താൽ പുതിയ 1 ഉണ്ടാകുന്നത്. ഇതെങ്ങനെ 2 ഉണ്ടായി? സാധാരണ വരുന്ന സംശയം. പിന്നെ ഇനി അഥവാ 2 ഉണ്ടായാൽ തന്നെ ഇതൊന്ന് ഇതുവാകുമെന്ന് വിചാരിക്കുക. 2 ഉണ്ടായെങ്കിൽ തന്നെ എങ്ങനെ ഒന്നിന് എനർജി കൂടി, എങ്ങനെ ഒന്നിന് എനർജി കുറഞ്ഞു? രണ്ടാമത്തെ സംശയം. അപ്പൊ ഇത് 2 ഒന്നുകൂടി വിശദമാക്കണം. എങ്ങനെയാണ് 2 കമ്പൈൻ ചെയ്തിട്ട് പുതിയ 2 ഉണ്ടാകുന്നത്? അതിന്റെ എനർജി എങ്ങനെയാണ് കൂടുതൽ, എങ്ങനെയാണ് കുറഞ്ഞത്? ഒന്നിനെങ്ങനെ എനർജി കുറഞ്ഞു, ഒന്നിനെങ്ങനെ എനർജി കൂടി? ഇത് പറയാൻ വേണ്ടിയിട്ട്, അതായത് രണ്ടാമത്തെയും മൂന്നാമത്തെയും പോയിന്റിന് നമ്മളൊന്ന് വിശദമായി പറയാണ്. ഓക്കെ, നന്നായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, അപ്പോ ഈ മോളിക്കുലാർ ഓർബിറ്റൽസ് എങ്ങനെ ഉണ്ടാകുന്നു, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ മോളിക്കുലാർ ഓർബിറ്റൽസ് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു തരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് LCAO മെത്തേഡ്. LCAO മെത്തേഡ് അതെന്താണോ? ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ലീനിയർ കോമ്പിനേഷൻ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. ഒന്ന് അവിടെ ഇത് വരുന്ന നോക്കി മനസ്സിലാക്കിയേ. So according to this LCAO, എന്താണ് പറഞ്ഞോ? According to this LCAO, molecular orbitals are formed by the linear combination of, പെട്ടെന്ന് മനസ്സിലാവില്ല, കുഞ്ഞുങ്ങൾ നേരെ ശ്രദ്ധിക്കണം, linear combination of AOs.
ഓർബിറ്റലുകളുടെ ലീനിയർ കോമ്പിനേഷൻ വഴിയാണ് മോളിക്കുലാർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പോവാണ് നമ്മളെ. മാഷ് പറഞ്ഞ ഓരോ പോയിന്റും ശ്രദ്ധിക്കണം, മനസ്സിലായെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കണം. അറ്റോമിക് ഓർബിറ്റലുകൾ ലീനിയർ കോമ്പിനേഷനിന് വിധേയമായിട്ടാണ് എംഒസ് ഉണ്ടായത്. അതിൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആയി. അറ്റോമിക് ഓർബിറ്റൽ കമ്പൈൻ ചെയ്തു, വിച്ച് ഇസ് ദി കോമ്പിനേഷൻ. Then what is linear combination? ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ലീനിയർ ആയിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അഡീഷൻ വഴി കമ്പൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്യുന്നു. അഡീഷൻ വഴിയോ സബ്ട്രാക്ഷൻ വഴിയോ കമ്പൈൻ ചെയ്യുന്നതിനെയാണ് ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇനി തിരിച്ചു വാ. അപ്പോൾ അറ്റോമിക് ഓർബിറ്റൽസ് ലീനിയർ കോമ്പിനേഷനിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്താ? അറ്റോമിക് ഓർബിറ്റൽസ് അഡീഷൻ വഴി കമ്പൈൻ ചെയ്തു, അറ്റോമിക് ഓർബിറ്റൽസ് സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്തു. അതെങ്ങനെ? അഡീഷനും സബ്ട്രാക്ഷനും നടത്താണ്ടിരിക്കുന്നത് ഡിജിറ്റാണ്, ഓർബിറ്റൽ അല്ലേ. ഓർബിറ്റൽ എങ്ങനെയാണ് അഡീഷനും സബ്ട്രാക്ഷനും നടക്കുന്നത്? അവിടെയാണ് നിങ്ങൾ പണ്ട് പഠിച്ച വേവ് ഫംഗ്ഷനിലേക്ക് പോവേണ്ടത്. വാട്ട് ഈസ് ആക്ച്വലി ഓർബിറ്റൽ? It is the region, three-dimensional region around the nucleus where the maximum probability to find the electron. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് ഓർമ്മയുണ്ടാ? എന്ത്? വേവ് ഫംഗ്ഷൻ. നോക്കടാ, എന്തായി എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാല്? എന്താ എസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാല്? ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കാണാൻ സാധ്യതയുള്ള ഒരു ഓർബിറ്റൽ. അവിടെ ഇലക്ട്രോൺ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നുണ്ട്. ആ ഇലക്ട്രോൺ ചുറ്റിക്കറങ്ങുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടൊരു വേവ് ഇല്ലേ? മാറ്റർ വേവ്, ഇലക്ട്രോണിന്റെ മാറ്റർ വേവ്, ഇലക്ട്രോണിക് വേവ്. ആ വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് ഓർമ്മയില്ലേ? psi. And that is the wave function. അപ്പൊ വണ്ണസ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ വണ്ണസ് ഓർബിറ്റൽ എന്ന് psi ഇല്ലേ? വേറൊരു വണ്ണസ് ഓർബിറ്റൽ എടുത്താൽ അതിനും ഒരു psi ഇല്ലേ? അപ്പൊ ആക്ച്വലി ഇനി എന്നെ ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം. രണ്ട് പെട്ടെന്ന് മനസ്സിലാവില്ല. രണ്ട് വണ്ണസ് ഓർബിറ്റൽ കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഞാൻ ഇതിന്റെ വേവ് ഫംഗ്ഷനെ psi a എന്ന് വിളിക്കുന്നു, ഇതിന്റെ വേവ് ഫംഗ്ഷനെ psi b എന്ന് വിളിക്കുന്നു. ഇത് രണ്ടും കമ്പൈൻ ചെയ്യുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത് അറിയാവോ? ഇതിന്റെ സൈയും ഇതിന്റെ സൈയും കമ്പൈൻ ചെയ്യുന്നു. അതായത് ഇതിന്റെ വേവും എയുടെ വേവും ബിയുടെ വേവും കമ്പൈൻ ചെയ്യുന്നു. ഇതും സൈ വണ്ണസും കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ വേവ് ഫംഗ്ഷനും ഇതിന്റെ വേവ് ഫംഗ്ഷനും കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, ഇതിന്റെ വേവും ഇതിന്റെ വേവും ആണ്. ഇത് പരസ്പരം കമ്പൈൻ ചെയ്യുന്നു. വേവ് രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യുന്നു. എങ്ങനെ? ഇതിന്റെ ഇതിന്റെ ക്രസ്റ്റ് ഇതിന്റെ ക്രസ്റ്റ്, ഇതിന്റെ ക്രസ്റ്റ് ഇതിന്റെ ക്രസ്റ്റ് പരസ്പരം കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ എന്താണെന്നറിയോ? വലിയ വേവ് കിട്ടും. അല്ലെങ്കിലോ ഇതിന്റെ ക്രസ്റ്റ് ഇതിന്റെ ട്രഫുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇതിന്റെ ക്രസ്റ്റ് ഇതിന്റെ ട്രഫുമായിട്ട് കമ്പൈൻ ചെയ്യും. ഇതിന്റെ ക്രസ്റ്റിന്റെ ഹൈറ്റ് ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക, ഇതൊരു 5 സെന്റിമീറ്റർ എന്ന് വിചാരിക്കുക. അപ്പൊ എന്താണെന്നറിയോ? 10ന് 5 സബ്ട്രാക്ട് ചെയ്യും. കാരണം ഇത് വെക്ടറാണ്. ഓക്കെ, ഇത് മുകളിലോട്ടാണ്, ഇത് താഴോട്ടാണ്. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ സബ്ട്രാക്ട് ചെയ്യപ്പെടലാണ്. ഇത് രണ്ടും ഒരേ ഡയറക്ഷൻ നമ്മൾക്ക് ആഡ് ചെയ്യപ്പെട്ടു. ഇത് 5 ഇത് 5 ആണെങ്കിൽ കൂട്ടിയാ 10, ഇത് 10 ഇത് 5 ആണെങ്കിൽ കൂട്ടിയാ 5. എന്താണെന്നറിയാ? ഏതാണ് വലുത് അവിടെ ചെറിയ വേവ് കിട്ടും. ഇനി രണ്ടും ഒരേപോലെ ആണെങ്കിലോ ഒന്നുമില്ല, 0. ഇതാണ് പറഞ്ഞത്. രണ്ട് ഓർബിറ്റലുകൾ പരസ്പരം കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം, അഡീഷൻ വഴിയോ സബ്ട്രാക്ഷൻ വഴിയോ. അതെങ്ങനെയാണ് ആക്ച്വലി? ഓർബിറ്റലുകൾ കമ്പൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓർബിറ്റലിന്റെ വേവ് ഫംഗ്ഷനുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. അതാണ് വേവുകളാണ് കമ്പൈൻ ചെയ്യുന്നത്. വേവുകൾ രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാം, അഡീഷൻ വഴിയോ സബ്ട്രാക്ഷൻ വഴിയോ. അഡീഷൻ വഴി കമ്പൈൻ ചെയ്താൽ വലിയ വേവ് കിട്ടും, സബ്ട്രാക്ഷൻ ആണെങ്കിൽ ചെറിയ വേവ് കിട്ടും. ഇത് മനസ്സിലാച്ചോണം. അപ്പൊ ഞാൻ ഇതിനെ മാത്തമാറ്റിക്കലായിട്ട് ഇത് എങ്ങനെ എഴുതുന്നു? ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? According to LCA or molecular orbitals are formed by the linear combination of atomic orbitals. Mathematically, if A and B are the atomic orbitals and psi A psi B are the wave function corresponding to that atomic orbitals, then during the combination of these two atomic orbitals, എയും ബിയും കമ്പൈൻ ചെയ്തിട്ട് എ ബി ഉണ്ടാകുമ്പോൾ
ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, ഇതും കമ്പൈൻ ചെയ്യും. എങ്ങനെയൊക്കെ? പ്ലസ് വഴിയോ സബ്ട്രാക്ഷൻ വഴിയോ അഡീഷൻ വഴിയോ സബ്ട്രാക്ഷൻ വഴിയോ. അങ്ങനെയാണ് പുതിയ വേവ് ഫംഗ്ഷൻ സൈൻ എ ബി ഉണ്ടാകുന്നത്. അതില് അഡീഷൻ വഴിയുണ്ടായ മോളിക്കുലാർ ഓർബിറ്റൽസിന്റെ അഡീഷൻ വഴിയുണ്ടായ, അതായത് വേവ് ഫംഗ്ഷന്റെ അഡീഷൻ വഴിയുണ്ടായ പുതിയ ഓർബിറ്റലാണ് എംഒസ്. സബ്ട്രാക്ഷൻ വഴി ഉണ്ടായതാണ് ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ്, ദാറ്റ് മീൻസ് ABMOs. മനസ്സിലായി? അപ്പൊ രണ്ടെണ്ണം കമ്പൈൻ ചെയ്യുമ്പോൾ രണ്ടെണ്ണം കമ്പൈൻ ചെയ്ത് രണ്ടെണ്ണം ഉണ്ടായി. രണ്ടിലൊന്ന് അഡീഷൻ വഴി, ഒന്ന് സബ്ട്രാക്ഷൻ വഴി. 4 കമ്പൈൻ ചെയ്യുമ്പോൾ 2 അഡീഷൻ വഴി, 2 സബ്ട്രാക്ഷൻ വഴി. മനസ്സിലായ? ഓക്കെ, ഒന്നുമില്ലടാ, സിമ്പിൾ. അറ്റോമിക് ഓർബിറ്റൽസ് വരുന്നു, കമ്പൈൻ ചെയ്യുന്നു. അപ്പൊ ഇതിന്റെ വേവും കമ്പൈൻ ചെയ്യുന്നു. അഡീഷൻ വഴി ക്രസ്റ്റും കമ്പൈൻ ചെയ്തിട്ട് BMO ഉണ്ടായി. BMO സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്യുമ്പോൾ ABMO ഉണ്ടായി. ഇത് രണ്ടും ചേർന്നതാണ് MO. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഉണ്ടാകുന്ന? അപ്പൊ ഇവിടെ അടുത്ത ഡൗട്ട്, ഇതിന്റെ എനർജി കൂടുതലാണ്, ഇതിന്റെ എനർജി കുറവാണ്. ആ എനർജിയിൽ വ്യത്യാസം വരാനുള്ള കാരണം അറിയണ്ടേ? അത് അറിയണമെങ്കിൽ ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് ഏതൊക്കെയാണെന്ന് അറിയണം. മാഷിക്ക് പറയാണ്, ഒരുപാടൊന്നും പറഞ്ഞില്ല, ഉണ്ടാകുന്ന കുറച്ച് മോളിക്കുലാർ ഓർബിറ്റൽസിനെ മാഷികളെ പരിചയപ്പെടുത്താണ്. ഒന്ന് ഇതാ, അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ. ഞാനൊരു ടേബിൾ ആക്കി കാണിക്കാം, എന്നിട്ട് അതിലൊരു ചിത്രം അപ്പുറത്ത് വരച്ച് കാണിക്കാം. അറ്റോമിക് ഓർബിറ്റൽസ്, കമ്പൈൻ ചെയ്യപ്പെടുന്ന അറ്റോമിക് ഓർബിറ്റൽസ്, ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ്. ആ മോളിക്കുലാർ ഓർബിറ്റല് ആക്ച്വലി കമ്പൈൻ ചെയ്യുന്ന അറ്റോമിക് ഓർബിറ്റൽസ് AOs, ചുരുക്കി തന്നെ AOs ഉണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് വണ്ണസുമായിട്ട് കമ്പൈൻ ചെയ്യോ? കാരണം എന്താ? സെയിം എനർജി, സെയിം സിമെട്രി. നോക്കോ, അതേ കമ്പൈൻ ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാവും നോക്കോ. 1s, ഇത് 1s, ഇത് വേറൊരു 1s കമ്പൈൻ ചെയ്യുന്നു. ഓക്കെ, കമ്പൈൻ ചെയ്യുന്നത് അഡീഷൻ വഴിയാണെങ്കിൽ, അതായത് ഇതിന്റെ വേവ് ഫംഗ്ഷനും ഇത് ഈ ഓർബിറ്റലുള്ള ആറ്റത്തിന്റെ ന്യൂക്ലിയസ്, ഇത് ഓർബിറ്റലുള്ള ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. എനിവേ, ഇതും കമ്പൈൻ ചെയ്യുന്നു ബൈ അഡീഷൻ ഓഫ് ദെയർ വേവ് ഫംഗ്ഷൻ. ഇതിന്റെ വേവും ആഡ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന പുതിയ ഓർബിറ്റൽ അതിങ്ങനെയാണ് ഉണ്ടാവുക. ഇത് ഈ ന്യൂക്ലിയസ്, ഇനി ഇത് രണ്ടും സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ എങ്ങനെ ഉണ്ടാവുന്ന അറിയുക? ഇതൊരു ന്യൂക്ലിയസ്, ഇതൊരു ന്യൂക്ലിയസ്. മാഷി പേര് പറയാതില്ലേ? നീ അവിടെ നോക്ക്, അഡീഷൻ വഴി കമ്പൈൻ ചെയ്ത സ്ഥലത്ത് 2 ന്യൂക്ലിയസുകൾക്കിടയിൽ സ്പേസ് കൂടിയല്ല. അതായത് ഇവിടെ ഇലക്ട്രോണ് കാണാനുള്ള സാധ്യത നല്ലോണം കൂടി. എവിടെയാണ് സാധ്യത കൂടുതൽ? ഇതിന്റെ ഇപ്പുറത്താണോ? ന്യൂക്ലിയസിന്റെ അപ്പുറത്താണോ? അല്ല, ന്യൂക്ലിയസുകൾക്കിടയിലാണ്. 2 ന്യൂക്ലിയസുകൾക്കിടയിൽ ഇലക്ട്രോണ് കാണാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഇവിടെയോ 2 ന്യൂക്ലിയസുകൾക്കിടയിൽ ഇലക്ട്രോണ് കാണാനുള്ള സാധ്യത തീരെ ഇല്ല. എന്താ സംഭവിച്ചത് അറിയാവുക? ഇത് അഡീഷൻ വഴി കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ വേവ്, ഈ വേവിന്റെ ക്രിസ്റ്റാണ് ഇത്, ഈ വേവിന്റെ ക്രിസ്റ്റാണ് ഇത്. ഈ 2 ക്രിസ്റ്റുകൾ പരസ്പരം കൂട്ടപ്പെട്ടു. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് വലുതായില്ലേ? പണ്ട് മാഷ് പറഞ്ഞത് ഓർമ്മയുണ്ട്, ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണെന്ത്? എനർജി, വിച്ച് ഈസ് ദി പ്രോബബിലിറ്റി ഡെൻസിറ്റി. കാണാനുള്ള സാധ്യത കൂടുന്നതിന്റെ അളവ്. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ കാണാനുള്ള സാധ്യത നല്ലോണം കൂടി. ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ സ്ക്വയർ കൂടുമ്പോൾ ഏതൊരു വേവിന്റെയും ആംപ്ലിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലേ പ്രോബബിലിറ്റി ഡെൻസിറ്റി. നമ്മൾ അറ്റോമിക് സ്ട്രക്ചറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പോൾ സ്ക്വയർ കൂടുമ്പോൾ കാണാനുള്ള സാധ്യത കൂടി. അതാണ് ഇവിടെ ഈ 2 ന്യൂക്ലിയസുകൾക്കിടയിൽ സ്പേസ് കൂടാനുള്ള കാരണം. അതേസമയം ഇവിടെ എന്തായി? സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്യുമ്പോൾ ഇതിന്റെയും ഹൈറ്റ് ഒരുപോലെയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ
ഇതിന്റെ ക്രസ്റ്റ് ഇതിന്റെ ട്രഫുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഇത് 0 ആയില്ലേ? 5 - 5 0 ആയില്ലേ? അപ്പൊ അതെന്തായി? 0ന്റെ സ്ക്വയർ എന്താ? 0. കാണാനുള്ള പ്രോബബിലിറ്റി എത്രയാ? 0. അങ്ങനെയാണ് ഇവിടെ 0 ആയത്. ന്യൂക്ലിയസിന്റെ അടുത്ത് കാണാനുള്ള സാധ്യത ഇല്ലേ ഇല്ല. അപ്പൊ ഈ രണ്ടെണ്ണം ഉണ്ട്. ഇതാണ് 1s കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്ന പുതിയ 2 മോളിക്കുലർ ഓർബിറ്റേഴ്സ്. ഇതിനൊരു പേരുണ്ട്, ഇതിനൊരു പേരുണ്ട്. എങ്ങനെ പേര് കൊടുക്കുന്നു നോക്കോ. ഇത് രണ്ടും കമ്പൈൻ ചെയ്തത് ആക്സിസിലെ കൂടിയിട്ടല്ലേ? ആക്സിസിലെ കൂടി കമ്പൈൻ ചെയ്ത ആക്സിസിലെ കൂടി അഡീഷൻ വഴി കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ് ഇത്. ഇതിന്റെ പേരാണ് σ1s. ആക്സിസിലെ കൂടി സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്തിട്ടുണ്ടായതാണ് ഇത്. ഇതാണ് σ*1s. അഡീഷൻ വഴി കമ്പൈൻ ചെയ്യുന്നത് BMO ആണ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ആണ്. സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്യുന്നത് അത് ABMO ആണ്. അപ്പൊ 1s കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന BMO σ1s ആണ്, ABMO σ*1s ആണ്. ഇതിന് എനർജി കൂടുതലാണ്, ഇതിന് എനർജി കുറവാണ്. എന്തേ എന്ന് നിങ്ങൾ നോക്ക്. ഇവിടെ എന്താണ്? ന്യൂക്ലിയസിന്റെ അടുക്കാണ് ഇലക്ട്രോൺസ് കൂടുതലായിട്ടുള്ളത്. അപ്പൊ അട്രാക്ഷൻ നല്ലോണം കൂടും. അട്രാക്റ്റീവ് ഫോഴ്സ് കൂടുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി കുറയും. അതേസമയം ഇവിടെ ഇലക്ട്രോൺസ് ഉള്ളത് ന്യൂക്ലിയസിൽ നിന്ന് എവയാണ്. അപ്പൊ ഇലക്ട്രോണുകൾക്ക് ന്യൂക്ലിയസിന്റെ ഈ രണ്ട് ഈ ഇലക്ട്രോണുകൾ ഇതേ കാര്യമായിട്ട് ആകർഷിക്കത്തുള്ളൂ. ഇതിന്റെ ആകർഷണം ഇല്ല. അട്രാക്ഷൻ കുറയും. അട്രാക്ഷൻ കുറയുമ്പോൾ എനർജി കൂടും, പൊട്ടൻഷ്യൽ എനർജി കൂടും. മനസ്സിലായ? ഇലക്ട്രോൺസ് കൂടുതലായിട്ട് ഇവിടെ ന്യൂക്ലിയസുകൾക്കിടയിൽ ലോക്കലൈസ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ എനർജി കുറവാണ്. അതേസമയം ഇലക്ട്രോൺസ് ഇവിടെ ഓക്യുപ്പൈ ചെയ്യുന്നത് എവേ ഫ്രം ദി ന്യൂക്ലിയസ് ആണ്. അപ്പൊ അവിടെ എനർജി കൂടി, അട്രാക്ഷൻ കുറഞ്ഞതുകൊണ്ട്. സോ 1s കമ്പൈൻ ചെയ്തിട്ട് രണ്ടെണ്ണം ഉണ്ടാകും. ഒന്ന് σ1s, മറ്റത് σ*1s. σ1s ആണ് BMO, ഇതാണ് ABMO. ഓക്കെ, ഇതേപോലെ 2s ഇനി പറയുന്ന കാര്യം പേര് മാത്രമാണ്. σ2s, σ*2s. അതിന് σ1s 2s BMO, σ*2s ABMO. ഇനി ശ്രദ്ധിച്ചു. ഇനി 1s 2s കഴിഞ്ഞു. ഇനി 2pയിലേക്ക് പോവാം. 2pയിൽ 3 ആളില്ലേ? ഏതെല്ലാം? 2px, 2py, 2pz. നമ്മൾ z ആക്സിസ് ആണ് പ്രിഫറൻസ് ആക്സിസ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ഇതാണ് 2pz, ഇത് വേറൊരു 2pz. ഓക്കെ, 2pz ഇതാണ് z ആക്സിസ്. കേൾക്കണേ? ഇതാണ് z ആക്സിസ്. ഇത് 2pz, ഇത് 2pz. 2pz 2pz രണ്ട് രീതിയിൽ കമ്പൈൻ ചെയ്യാമല്ലോ, അഡീഷൻ വഴിയും സബ്ട്രാക്ഷൻ വഴിയും. അപ്പൊ അഡീഷൻ വഴി കമ്പൈൻ ചെയ്താൽ ഇത് എങ്ങനെയാണ്? പുതിയ ഓർബിറ്റൽ നോക്കോ. ഇതാണ് ന്യൂക്ലിയസ്. കണ്ട, ആ രണ്ട് ന്യൂക്ലിയസുകൾക്കിടയിൽ ഇലക്ട്രോണെ കാണാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അതേസമയം സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ്. ഇതാണ് ന്യൂക്ലിയസ്. ഈ ന്യൂക്ലിയസുകൾക്കിടയിൽ കാണാനുള്ള സാധ്യത ഇല്ല. എവേ ഫ്രം ദി ന്യൂക്ലിയസ് ആണ് ഇലക്ട്രോൺ കാണപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എനർജി കുറവുള്ള BMO, ഇത് എനർജി കൂടുതലുള്ള ABMO. അട്രാക്ഷൻ കുറവുള്ള എനർജി കൂടിയ ABMO, അട്രാക്ഷൻ കൂടുതലുള്ള എനർജി കുറവുള്ള BMO. ഇനി ഇതിന്റെ പേര്, ഇത് രണ്ടും ആക്സിസിലെ കൂടിയിട്ടല്ലേ കമ്പൈൻ ചെയ്തത്? ആക്സിസിലെ കൂടി കമ്പൈൻ ചെയ്താൽ അത് സിഗ്മയാണ്. σ2pz, ഇത് σ*2pz. അപ്പൊ 2pz ഉം 2pz ഉം കമ്പൈൻ ചെയ്താൽ രണ്ടെണ്ണം ഉണ്ടാകും. σ2pz, σ*2pz. ഓക്കെ, ഇത് BMO, ഇത് ABMO. ഇനി ഈ 2pz പെർപെൻഡിക്കുലർ ആയിട്ടല്ല ആരുള്ളത്? 2px. അതായത് 2px ഇങ്ങനെയാണ്, അത് വേറെ 2px. 2pz ആക്സിസിലെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ, ഇതാണ് നമ്മൾ z ആക്സിസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. 2pz ആക്സിസിലെ കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2px കമ്പൈൻ ചെയ്യുന്നത് സൈഡ് വൈസ് ആയിട്ടല്ലേ? ഓക്കെ, അപ്പോ മറക്കാൻ പാടില്ല,
ഇതാ 2pz ആക്സിസിലേക്ക് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2px ആക്സിസിലേക്ക് കൂടിയിട്ടല്ല, ലാറ്ററൽ സൈഡ് വൈസ് ആയിട്ടാണ് ഓവർലാപ്പ് ചെയ്യുന്നത്. സൈഡ് വൈസ് ആയിട്ട് അഡീഷൻ വഴി കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്നത് ഇത് ഇങ്ങനെയാണ്. അഡീഷൻ വഴി കമ്പൈൻ ചെയ്താൽ ഉണ്ടാവുന്നത് ഇവിടെയാണ് ന്യൂക്ലിയസ് ഉണ്ടാവുക. ഓക്കെ, അതേസമയം സബ്ട്രാക്ഷൻ വഴി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഇതിൽ വരച്ചത് എസ്സിൽ വരച്ചപ്പോൾ ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെ ഇലക്ട്രോൺസ് ഇല്ല ന്യൂക്ലിയസിന്റെ അടുക്ക്, ഇവിടെ നല്ലോണം ഉണ്ട്. അപ്പൊ ഇതെന്താണ്? അട്രാക്ഷൻ കൂടുതലുള്ള BMO. ഇവിടെയോ ഇത് ABMO. ഇനി പേരെങ്ങനെ പറയാം? സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്തത് കൊണ്ട് ഇത് π2px, ഇത് π*2px. ഓക്കെ, അപ്പൊ 2px-ഉം 2px-ഉം കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന മോളിക്കുലാർ ഓർബിറ്റൽസ് π2px, which is the BMO, and π*2px, which is the ABMO. ഓക്കെ, ഇനി ഇതേപോലെ z ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയല്ലേ y. അപ്പോൾ z-ഉം z ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ y-ഉം y-ഉം എങ്ങനെ കമ്പൈൻ ചെയ്യും? z-ഉം z-ഉം ആക്സിസിലേക്ക് കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ y-ഉം y-ഉം സൈഡ് വൈസ് ആയിട്ട് ഓവർലാപ്പ് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന ഓർബിറ്റൽസ് കാണിച്ചു തന്നല്ലോ ഞാൻ നേരത്തെ അവിടെ. അപ്പൊ ഇനി വീണ്ടും പറയേണ്ട കാര്യമില്ല. 2py കമ്പൈൻ ചെയ്താൽ പുതിയ രണ്ടെണ്ണം ഉണ്ടാകും. അതിന്റെ പേരാണ് π2py, π*2py. ഇതാണ് BMO, ഇതാണ് ABMO. ഓക്കെ, ഇപ്പൊ എല്ലാം ക്ലിയർ ആയല്ലോ. ഇനി എന്ത് വേണം? ഇലക്ട്രോൺ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട മോളിക്കുലാർ ഓർബിറ്റൽസ്. ഈ പറയപ്പെട്ട മോളിക്കുലാർ ഓർബിറ്റൽസ് ഇനി എങ്ങനെ ഇലക്ട്രോൺസ് ഒക്യുപൈ ചെയ്യുന്നു, എങ്ങനെ അക്കോർഡിംഗ് ടു ദീസ് 3 റൂൾസ്. അപ്പൊ എന്ത് വേണം? ഇതിനെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അറേഞ്ച് ചെയ്യണം, വേണ്ടേ? അത് അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്നും അതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യപ്പെടുന്നത് എങ്ങനെയെന്നും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളും നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പൊ അവിടെ ഇതെല്ലാം